അപ്പം നമുക്കിന്ന് സ്വാദിഷ്ടമായ ഒരു ഗോതമ്പ് ദോശ തയ്യാറാക്കിയാലോ. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ എൻ്റേതായ രീതിയിൽ ചെയ്യുകയാണേ. അപ്പോൾ ഒരു 1/4 കപ്പിൽ കൂടുതൽ അളവിലുള്ള ഗോതമ്പിലോട്ട് പാലും വെള്ളവും ചേർന്ന ഒരു മിശ്രിതമാണ് ഞാൻ ആഡ് ചെയ്തത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരല്പം നെയ്യും. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്തുള്ള നെയ്യാണെങ്കിൽ ഈ പാൽ മിശ്രിതം നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരല്പം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ നെയ്യ് പെട്ടെന്ന് ഇതിലോട്ട് മെൽറ്റായി വരും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടുതൽ നേരം മിക്സ് ചെയ്യണമെന്നേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല, ആയി കിട്ടിക്കോളും. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് മിശ്രിതം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. കുറഞ്ഞ ഒരു 5 മിനിറ്റേലും വെക്കണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക, മിക്സ് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം ഗ്യാസ് കത്തിച്ച് നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വയ്ക്കുക. ചൂടാക്കാൻ വയ്ക്കുമ്പം ഓൾറെഡി നോൺ സ്റ്റിക്ക് പാനാണ്, എന്നാലും ഞാനൊരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു തവി മാവ് എടുക്കുക. വളരെ നേർത്ത് അതായിട്ട് ചൂടുക. കാരണം ഗോതമ്പ് ദോശയൊക്കെ ആകുമ്പം ചില സമയത്തൊക്കെ ഈ ആശീർവാദിൻ്റെയൊക്കെ അല്ലെങ്കിൽ എനിക്ക് തോന്നിയതാണേ, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, ചെറിയൊരു കമർപ്പ് പോലെയൊക്കെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ നല്ല ചെയ്യുക. അതിന് ശേഷം നന്നായിട്ട് മൊരിയണം കേട്ടോ. ആദ്യം താഴത്തെ സൈഡ് നല്ലതായിട്ട് ഡ്രൈ ആവണം. അതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ ചട്ടുകോ സ്പാച്ചിലോ ഉപയോഗിച്ച് പൊക്കിയെടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പം ഒരു വൃത്തിയായിട്ട് കിട്ടത്തില്ല. അപ്പം ആദ്യമൊക്കെ എനിക്ക് ധൃതിയാണ്, എനിക്ക് എല്ലാത്തിനും ഭയങ്കര ധൃതിയുള്ള ഒരാളാണ്. അപ്പം ഞാനിങ്ങനെ ആദ്യം തന്നെ ഇളക്കാൻ തുടങ്ങും. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. നല്ലതായിട്ട് ഡ്രൈ ആയി കഴിയുമ്പം പതിയെ പൊക്കിയെടുത്ത് തിരിച്ചിടുക. നന്നായിട്ട് ഉണക്കി നല്ല ഡ്രൈ ആക്കി എടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും. നിങ്ങൾ ഇനി ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പം ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ഞാൻ അതും നല്ലൊരു ഫിൽറ്റർ കോഫി ഇട്ടിരുന്നു, അതും കൂട്ടി ഞാനിത് കഴിക്കും. താങ്ക് യു.